ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ് തുടങ്ങാൻ പോകുന്നത്. ക്ലാസ് 5. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സംഖ്യയെ 6 കൊണ്ട് എങ്ങനെ ഹരിക്കാം, അല്ലെ ഏത് സംഖ്യയെല്ലാം നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 കൊണ്ട് ഹരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച 2 സംഭവങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിൻ്റെ നിബന്ധനകളാണ്. അത് നമുക്കറിയാം. സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ 0, 2, 4, 6, 8 എന്നിവ വന്നാൽ ആ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. ഓർമ്മയുണ്ടാവും. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ഒരു സംഖ്യകളുടെ തുക, അതിലെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പം ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ ഈ 2 കാര്യവും നമ്മൾ 6 കൊണ്ട് ഹരിക്കുന്നതിന് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാമെങ്കിൽ, ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 6 കൊണ്ടും ഹരിക്കാം. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം, ഒരു സംഖ്യ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 6 കൊണ്ടും ഹരിക്കാം. മനസ്സിലാക്കണം എങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം ചെയ്യാം. 756. അപ്പോൾ 756 6 കൊണ്ട് ഹരിക്കണം. നമ്മൾ ഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ 756ന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 6ആണ്. 6 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 6 ആയതുകൊണ്ട് 2 കൊണ്ട് ഇരിക്കാം. ഇനി ഇതിൻ്റെ തുക നോക്കാം. 7 + 5 + 6 സമം 7 × 5 = 12, 12 × 6 = 18. 18 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളാണ്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 756നെ 3 കൊണ്ടും ഹരിക്കാം. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും ഈ സംഖ്യ ഹരിക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ടും ഹരിക്കാം. ഓക്കെ. 1 6, 1 15, 6 2 12, 3 36, 6 6 36. മനസ്സിലാകുന്നുണ്ടോ? 0. ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താ ചെയ്തേക്കാം? 6-നകത്ത് 7-നകത്ത് 6 ഒരു പ്രാവശ്യം, 1 6 6. അത് കഴിഞ്ഞിട്ട് 15, 15 6 × 2 സമം 12. 6 × 12. ഇപ്പോൾ ബാക്കി 3 മാത്രക്കി 3 36. 36-നകത്ത് 6, 6 × 6 36. ശേഷം 0. അപ്പോൾ നോക്കാം. 756/6 സമം 126. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കം 0, 2, 4, 6, 8 ആയിരിക്കണം. ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരുന്നാൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.